ജെറമിയ 15-16. അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു, അവ എനിക്ക് ആനന്ദാമൃതമായി, എൻ്റെ ഹൃദയത്തിന് സന്തോഷവും. എന്തെന്നാൽ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, ഞാൻ അങ്ങയുടെ നാമമാണല്ലോ വഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ കർത്താവിൻ്റെ വചനം ഭക്ഷിച്ചു, അതെനിക്ക് ആനന്ദാമൃതമായി. ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ ശക്തി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. വചനത്തിലുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മൾ വരണം. ഒരിക്കൽ ബോംബെയിൽ നമ്മുടെ ഒരു കൺവെൻഷൻ നടക്കുമ്പോൾ ഒരു ഫാമിലി, ഒരു വല്യമ്മച്ചിയും മകനും ഭാര്യയും കുഞ്ഞുങ്ങളും 4 മക്കളുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കാൻ വന്നു. അപ്പോൾ അവരുടെ മൂത്ത ഒരു കുട്ടി 8 ക്ലാസ് പഠിക്കുന്നു, 8 വയസ്സേ ഉള്ളൂ. അതിൻ്റെ പേര് ഡെറിക്. ആ മകന്, ആ 8 വയസ്സുള്ള കുട്ടിക്ക് 200 ദൈവവചനം മനപ്പാടം അറിയാം. ഇംഗ്ലീഷ് അവനറിയാം. 200 ദൈവവചനം പറയാൻ കുറേ വചനം ഇംഗ്ലീഷ് പറയുക. ഞാൻ ചോദിച്ചു, മോനെ ആരാ ഇത് പഠിപ്പിച്ചത്? ഗ്രാൻഡ് മദർ, അവൻ്റെ വല്യമ്മച്ചിയാ അവനെ പഠിപ്പിച്ചത് വചനം. ആ വല്യമ്മച്ചി പ്രാർത്ഥിക്കുന്ന വല്യമ്മച്ചിയാ. ആ വല്യമ്മച്ചിയാണ് ഈ കുഞ്ഞിനെ വചനം പഠിപ്പിച്ചത്. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ മക്കളെ വചനം പഠിപ്പിക്കണം. മക്കള് വചനത്തിൽ വളർന്നു വരണം. വചനത്തിൽ മക്കൾ വളരുമ്പോൾ അവര് മിടുക്കന്മാരാകും, മിടുക്കലാകും, അവർ ശക്തരായിട്ട് മാറും. അത് നമ്മുടെ പ്രധാന ആഹാരം എന്ന് പറയുന്നത് എന്താ? കഞ്ഞിയാണോ, കപ്പയാണോ? ഇതൊന്നുമല്ല. എന്താ പ്രധാന ആഹാരം? വചനമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആഹാരം. ഹല്ലേലൂയ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തില് 3:1-2-3 അവൻ എന്നോട് പറഞ്ഞു, മനുഷ്യപുത്ര, നീ കാണുന്ന ഈ ചുരുൾ ഭക്ഷിക്കുക. ആ ചുരുളില് ദൈവത്തിന്റെ വചനമാണ്. എന്നിട്ട് പോയി ഇസ്രായേൽ ഭവനത്തോട് സംസാരിക്കുക. ഞാൻ വാ തുറന്നു, അവൻ ആ ചുരുൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. അവൻ പറഞ്ഞു, മനുഷ്യപുത്ര, ഞാൻ തരുന്ന ഈ ചുരുൾ ഭക്ഷിച്ച് വയറ് നിറയ്ക്കുക. ഞാനത് ഭക്ഷിച്ചു, എൻ്റെ വായിൽ അത് തേൻ പോലെ മധുരിച്ചു. ആ ചുരുള്, ആ വചനം ഞാൻ ഭക്ഷിച്ചു, എൻ്റെ വായിൽ അത് തേൻ പോലെ മധുരിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവിൻ്റെ വചനം നമ്മൾ ഭക്ഷിക്കണം. അത് തേൻ പോലെ നമ്മുടെ നാവിൽ മധുരിക്കും. സങ്കീർത്തനം 119:103 അങ്ങയുടെ വാക്കുകൾ എനിക്ക് എത്ര മധുരമാണ്. വാക്കുകൾ വചനമാണ്. പല വാക്കുകൾ ചേരുമ്പോഴാണ് ഒരു വചനമാവുന്നത്. അങ്ങയുടെ വാക്കുകൾ എനിക്ക് എത്ര മധുരമാണ്, അവ എൻ്റെ നാവിന് തേനിനേക്കാൾ മധുരമാണ്. എസെക്കിയേൽ പ്രവാചകൻ എന്താ പറഞ്ഞത്? വചനം പഠിച്ചപ്പോൾ എനിക്ക് തേൻ പോലെ മധുരിച്ചു, തേൻ പോലെ മധുരിച്ചു. ഇവിടെ ഇതാ പറയുന്നു, വചനം തേൻ പോലെ മധുരമാണ്. 105 അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും, പാതയിൽ പ്രകാശവുമാണ്. 114 അവിടുന്ന് എൻ്റെ അഭയകേന്ദ്രവും പരിചയമാണ്. ഞാൻ അങ്ങയുടെ വചനത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി. സങ്കീർത്തനം 119:148 അങ്ങയുടെ വചനത്തെ പറ്റി ധ്യാനിക്കാൻ വേണ്ടി രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ ഉണർന്നിരിക്കുന്നു. അങ്ങയുടെ വചനത്തെ പറ്റി ധ്യാനിക്കാൻ വേണ്ടി രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ ഉണർന്നിരിക്കുന്നു. അപ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ ഇരുന്ന് വചനം വായിക്കുന്നത് ഒത്തിരി നല്ലതാണ്. ശബ്ദമായിട്ടിരുന്ന് വചനം വായിക്കണം. ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും നിങ്ങൾ വചനം വായിക്കണം. ഒന്നും മനസ്സിലായില്ലെങ്കിലും വായിക്കണം. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള വചനങ്ങൾ ഒരു തീരുമാനമെടുക്കണം. ഈ 2022 എന്തു വന്നാലും സമ്പൂർണ്ണ ബൈബിൾ ഞാൻ വായിക്കും. എല്ലാവരും തീരുമാനിക്കണം. ഒരു പ്രാവശ്യം വായിച്ചിട്ടുള്ളവരും തീരുമാനം എടുക്കുക, സമ്പൂർണ്ണ ബൈബിൾ. ഈ കോവിഡ് കാലഘട്ടത്തിൽ ഞാൻ 2 തവണ സമ്പൂർണ്ണ ബൈബിൾ വായിച്ചു. 2 തവണ വായിച്ചു. പിന്നെ മിക്കവാറും വായിക്കും. ഇന്നും കുറേ സമയം ഇരുന്ന് വചനം വായിച്ചു. സമയം കിട്ടുമ്പോൾ കഴിയുന്നു വചനം വായിക്കുക. വചനം 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 കൊണ്ട് നമ്മൾ നിറയണം. വചനം നമ്മളെ വിശുദ്ധീകരിക്കും. യോഹന്നാൻ 15:3 ഞാൻ പറഞ്ഞ വചനത്താൽ നിങ്ങൾ വിശുദ്ധീകരിക്കുക. ഈ വചനം വായിക്കുമ്പോൾ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുക. നിയമാവർത്തനം 11:18-21 വചനങ്ങൾ. ആകയാൽ എൻ്റെ ഈ വചനം ഹൃദയത്തിലും മനസ്സിലും സൂക്ഷിക്കുവിൻ.
ആകയാൽ ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലും മനസ്സിലും സൂക്ഷിക്കണം. ഹൃദയത്തിലും സൂക്ഷിക്കണം, മനസ്സിൽ സൂക്ഷിക്കണം. എനിക്ക് പറയാണ്ട് ബുദ്ധിയിലും സൂക്ഷിക്കണം, ഓർമ്മയിൽ ഈ വചനം സൂക്ഷിക്കണം. ഞാൻ ചിലപ്പോൾ ചെയ്യാറുണ്ട് കാര്യമാണ്. അതായത് എൻ്റെ ജപമാലയിൽ ഞാനിങ്ങനെ വചനം ചെല്ലും. ചിലപ്പോൾ ഒരു വചനം 50 തവണ, ചിലപ്പോൾ 100 തവണയൊക്കെ ചെല്ലും. ചിലപ്പോൾ ഒരു വചനം മാത്രം 10 തവണ ചെല്ലും, അടുത്ത വചനം 10. അങ്ങനെ ജപമാലയിൽ ഇങ്ങനെ വചനങ്ങൾ ഞാൻ ആവർത്തിച്ച് കോറും ചൊല്ലും. ഞാൻ ജപമാല വചനം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. ഒത്തിരി നല്ലതാണ് കേട്ടോ. നമ്മുടെ ബൈബിളിൽ നമ്മുടെ കൈവശമുള്ള ജപമാല വെച്ചുകൊണ്ട് അറിയാവുന്ന വചനങ്ങൾ നിങ്ങൾ ചൊല്ലുക. അല്ല പ്രത്യേക ഞാൻ പറഞ്ഞില്ലേ, ആൺമക്കളില്ല, ഈ വചനം ആ വചനം ഇങ്ങനെ ജപമാലയിൽ ഇങ്ങനെ ചൊല്ലുക. ഒരു 50 തവണ വചനം ചെല്ലുക, 55 തവണ ചെല്ലുക. സ്ഥലം വിൽക്കണം, ആ വചനം ഇങ്ങനെ ചെല്ലുക. കടബാധ്യത മാറാൻ വചനമുണ്ട്, ഇഷ്ടം പോലെ വചനമുണ്ട്. ഫിലിപ്പി 4:19 എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമൃദ്ധിയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ആ വചനം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കണം. യെശയ്യാ 60:11 ജനതകളുടെ സമ്പത്ത് അവരുടെ രാജാക്കന്മാരുടെ അകമ്പടിയോടെ നിന്റെ അടുക്കൽ എത്തിക്കേണ്ടതിന് നിന്റെ കവാടങ്ങൾ രാപ്പകൽ തുറന്നു കിടക്കട്ടെ. ഈ വചനം ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. വചനം നിരന്തരം ഉരുവിടുക, പ്രാർത്ഥിക്കുക, പഠിക്കുക, അത് ചെയ്യണം. വചനം നമ്മുടെ ഹൃദയത്തിലെ, മനസ്സിൽ, ബുദ്ധിയിലെല്ലാം വചനമുണ്ടാവട്ടെ. അടയാളമായി അവയെ നിങ്ങളുടെ കയ്യിൽ കെട്ടുകയും പട്ടമായി നെറ്റിത്തടത്തി ധരിക്കുകയും ചെയ്യുക. അടയാളമായിട്ട് ഈ ബൈബിൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. എപ്പോഴും ബൈബിളിനെ ഓർത്ത് നമ്മൾ അഭിമാനിക്കണം. കാരണം ദൈവത്തിൻ്റെ വചനമാണിത്. ബൈബിള് കൊണ്ടു നടക്കാനും ഒക്കെ നമുക്കൊരു അഭിമാനം ഉണ്ടാവണം. ധ്യാനത്തിന് വരുമ്പോൾ ഒരു സഞ്ചിക്കകത്ത് ബൈബിളൊക്കെ ഇട്ട് പോരണം. ഇവിടെ വന്നിരിക്കണം. വചനം വരുമ്പോൾ തുറന്നൊക്കെ നോക്കാൻ പറ്റുമെങ്കിൽ നോക്കുക. അതൊക്കെ ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ്. നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. അപ്പനും അമ്മയ്ക്കുള്ള നിർദ്ദേശമാണ്. നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോൾ, എഴുന്നേൽക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, നടക്കുമ്പോൾ, കിടക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ മക്കളെ വചനം പഠിപ്പിക്കണം. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും അപ്പനും അമ്മയും വചനം പഠിപ്പിക്കുന്നുണ്ടോ? നമ്മുടെ മക്കള് വഴിതെറ്റിപ്പോയതിൻ്റെ കാരണം ഇതാ. മക്കളെ വചനം നമ്മൾ പഠിപ്പിച്ചില്ല. മക്കളെ വചനം നമ്മൾ പഠിപ്പിക്കുക. നിങ്ങളുടെ വീടുകളുടെ കട്ടിലക്കാലുകളിലും പടിവാതിലുകളിലും അവ രേഖപ്പെടുത്തണം. വീട്ടിലൊക്കെ പേപ്പറിൽ വചനം അല്ലെങ്കിൽ നല്ല സ്റ്റിക്കറൊക്കെ ഇങ്ങനെ പ്രിൻ്റ് ചെയ്തത് വചനം മുറികളിലൊക്കെ വെക്കുക. അനുഗ്രഹത്തിൻ്റെ വചനങ്ങൾ ഒത്തിരി നല്ലതാണ്. വിശ്വാസത്തിൻ്റെ വചനങ്ങൾ സ്റ്റിക്കറിൽ നമ്മുടെ മുറിയിൽ ഒക്കെ ഇങ്ങനെ വെക്കുന്നത് ഒത്തിരി നല്ലതാണ്. രാവിലെ എഴുന്നിട്ട് വരുമ്പോൾ തന്നെ ഇതാ അടുക്കളയിൽ ഒരു വചനം വയ്ക്കുന്നു, നിൻ്റെ അപ്പക്കൊട്ടയും മാവ് ഉടയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. എത്ര നല്ലതാണ് ആ വചനം.